പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-50 വാക്യങ്ങൾ. കർത്താവായ ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും മനോഹരവും അതിവിശിഷ്ടവുമായ രീതിയിൽ പ്രകടമായതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ആയതിനാൽ സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മ വഴി അവിടുത്തെ തൻ്റെ ദാസിയായ സഭയുടെ മേൽ ഇന്നും കരുണ വർഷിക്കുന്നു. കരുണാമയനായ ദൈവത്തിൻ്റെ ശക്തിയും കാരുണ്യവും പരിശുദ്ധ അമ്മയുടെ ധന്യമായ മധ്യസ്ഥതയിൽ നമുക്കും ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ശക്തമായ മധ്യസ്ഥത വഴി നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.